ഇപ്പോൾ വരുന്ന ഒരു പുതിയ വാർത്തയിലേക്ക് കൂടിയാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലമായി ചാൻസലർ കൂടിയായ ഗവർണർ വന്നിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ ഈ നീക്കം. അച്യുതൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, നേരത്തെ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു സുപ്രീം കോടതി. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന പേരുകൾ പരിഗണിക്കാതെ മറ്റൊരു പേര് പരിഗണിക്കണമെന്ന രീതിയിലുള്ള നിലപാട് സുപ്രീം കോടതിയിൽ ഗവർണർ എടുക്കുമ്പോൾ ഇതിന്റെ നിയമപരമായ സാധുത എന്താണ്? ഒപ്പം ഏത് രീതിയിൽ ഇത് ബാധിക്കും? സർക്കാരുമായി ഒരു പോരിന് തന്നെയാണോ ഗവർണർ പോകുന്നത്? ഇതിന് ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും വിരമിച്ച ജസ്റ്റിസ് ദൂലിയുടെ നേതൃത്വത്തിൽ സർച്ച് കമ്മിറ്റി അദ്ദേഹത്തെ ചെയർമാനും ഈ നിയമനത്തിനായുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാനും തീരുമാനമെടുത്തിരുന്നു. അതോടുകൂടി ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് കരുതിയത്. പക്ഷേ വീണ്ടും ഒരു നിയമ പോരാട്ടം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ്. പുതിയ സത്യവാങ്മൂലമാണ് ഈ കേസിൽ ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ സാങ്കേതിക സർവകലാശാല VC സിസ തോമസിനെ നിയമിക്കണം, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ പ്രിയ ചന്ദ്രനെ നിയമിക്കണം എന്നീ രണ്ട് വാദങ്ങളാണ് സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കുന്നത്. ജസ്റ്റിസ് ദൂലിയ സമിതി നൽകിയ 2 പട്ടികയിലും ഇടം നേടിയവരാണിവർ എന്ന ഒരു നിരീക്ഷണവും ഈ സത്യവാങ്മൂലത്തിൽ നടത്തുന്നുണ്ട്. ഈ നിയമനത്തിനായുള്ള അനുവാദം കോടതി നൽകണം എന്നൊരാവശ്യമാണ് ചാൻസലർ ഈ സത്യവാങ്മൂലത്തിലൂടെ ഉയർത്തുന്നത്. മുഖ്യമന്ത്രി മെറിറ്റ് അട്ടിമറിച്ചു എന്ന് ഈ സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട്. സിസ തോമസിനെ ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി പട്ടിക നൽകിയത്. അതിന് കാരണം എന്തെന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. VC ആയിരുന്ന കാലത്ത് സിസ സർവകലാശാലയ്ക്ക് നാണക്കേടുണ്ടാക്കി എന്നൊരാരോപണമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. സിസ തോമസിനെതിരെ മുഖ്യമന്ത്രി അതിനെതിരായി കണ്ടിരിക്കുന്നത് മാധ്യമ വാർത്തകളാണ് എന്നതും ചാൻസലർ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ സജി ഗോപിനാഥിന്റെയും MS രാജശ്രീയുടെയുമാണ്. രാജശ്രീയുടെ നിയമനം നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയതാണ് എന്ന കാര്യവും ഈ സത്യവാങ്മൂലത്തിൽ ചാൻസലർ ഇപ്പോൾ അറിയിക്കുകയാണ്. സജി ഗോപിനാഥിനെതിരെ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരെയും നിയമിക്കാനാകില്ല എന്ന ഒരു കാര്യമാണ് ചാൻസലർ അറിയിക്കുന്നത്. മറിച്ച് ഈ പറഞ്ഞതുപോലെ സിസ തോമസിനെയും ഡോക്ടർ പ്രിയ ചന്ദ്രനെയും 2 സർവകലാശാലകളിലെയും VC നിയമിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം ഗവർണർ നടത്തിയത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് JB പർദിവാലയുടെ മുൻപിൽ ഈ വിഷയം സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി. അതായത് മുഖ്യമന്ത്രി മുൻഗണനാ പട്ടിക നിശ്ചയിച്ച് നൽകിയിട്ടും ഗവർണർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്നാണ് ഈ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ജസ്റ്റിസ് ദൂലിയ നൽകിയത് ഒരു കടലാസ് കഷ്ണമല്ല, മറിച്ച് അതൊരു സുപ്രധാനമായിട്ടുള്ള രേഖയാണ്. അതിലെന്തുകൊണ്ട് ഗവർണർ തീരുമാനമെടുക്കുന്നില്ല? അതിലൊരു അതൃപ്തി കൂടി സുപ്രീം കോടതി പ്രകടമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഗവർണർ ഇത്തരമൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ സജി ഗോപിനാഥിന്റെയും MS രാജശ്രീയുടേതുമാണ്. എന്നാൽ ഈ 2 പേരുകൾ തള്ളി പുതിയ 2 പേരുകൾ ആ പട്ടികയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. മുഖ്യമന്ത്രി മെറിറ്റ് അട്ടിമറിച്ചു. ആ സാഹചര്യത്തിൽ ഇനി ഇവരെ നിയമിക്കാനാവില്ല, പകരം സിസ തോമസിനെ ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിക്കണം എന്ന വാദമാണിപ്പോൾ ഗവർണർ സുപ്രീം കോടതിക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഈ കേസിൽ വളരെ നിർണായകമായൊരു നീക്കമാണ്, അസാധാരണമായൊരു നീക്കമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുണ്ടാകുന്നത്. നാളെ എന്തായാലും ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇങ്ങനൊരു സത്യവാങ്മൂലവുമായി ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.